KKVUPS ഓൺലൈൻ പഠന പ്രവർത്തനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ ചിത്രവർണ്ണങ്ങൾ എന്ന യൂണിറ്റിലെ ഒരു ചിത്രം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി പ്രവേശക പ്രവർത്തനത്തിൽ നൽകിയിരിക്കുന്ന വർണ്ണന വായിച്ച് ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാങ്മയത്തിലൂടെ മനസ്സിൽ രൂപപ്പെടുന്ന ദൃശ്യം വരകളും വർണ്ണങ്ങളും ചേർത്ത് പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് വർണ്ണന വായിച്ച് ആ വർണ്ണനയിൽ എന്തൊക്കെ കാഴ്ചകളുണ്ട്, അത് എവിടെ നിന്നാണ് നമ്മൾ കാണുന്നത്, ഏത് സമയത്താണ് കാണുന്നത്, സമയം അറിയുന്നതിനായിട്ട് വർണ്ണനയിൽ ചില സൂചകങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ താമരയുടെയും ആമ്പലിൻ്റെയും അവസ്ഥയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു, കാണുന്നവയുടെ ഓരോന്നിൻ്റെയും നിറം എന്തായിരിക്കും, കുന്നുകളുടെയും തടാകത്തിൻ്റെയൊക്കെ നിറം ഒരുപോലെയാണോ? അല്ല. അപ്പോൾ വ്യത്യസ്തമായ നിറങ്ങൾ നൽകി ആ വർണ്ണനയെ നല്ലൊരു വർണ്ണചിത്രമാക്കി എഴുതണം. ഇപ്പോൾ നമ്മൾ കണ്ട വർണ്ണന ഒരു പ്രകൃതി വർണ്ണനയാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിൽ നിന്നും മറ്റൊരു തരത്തിലേക്ക് ഒരു ജീവിത സന്ദർഭത്തെ വാങ്മയ ചിത്രമായി അവതരിപ്പിക്കുന്നതാണ് നമ്മുടെ കവിതയായ ഒരു ചിത്രം. ഒരു ചിത്രം എന്ന കവിത എഴുതിയത് ആരാണ്? അതെ, വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിൻ്റെ സാഹിത്യമഞ്ജരി എന്ന ഒരുപാട് ഭാഗങ്ങളായി രചിച്ചിട്ടുള്ള 12 ഭാഗങ്ങളായി രചിച്ചിട്ടുള്ള സാഹിത്യമഞ്ജരി എന്ന കൃതി, അതിലെ 1ാം ഭാഗത്തിൽ നിന്നെടുത്തൊരു ഭാഗമാണ് ഒരു ചിത്രം എന്ന കവിത. നിങ്ങളെല്ലാവരും കവിത നന്നായി ചൊല്ലി പഠിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും ടീച്ചറും കവിത ഒന്ന് നിങ്ങളെ ചൊല്ലിക്കേൾപ്പിക്കാം. ഒരു ചിത്രം. നീതു കൺകോരാൻ കുഞ്ഞിതാ തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലി കറന്നിടും അമ്മതൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പൂ. മാതാവോ പൈക്കറ നിർത്തി മണിവള വ്രതമണിഞ്ഞ വലത്തു കയ്യാൾ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായി കോൾമയർ കൊണ്ടിടുന്നു. ചേലുറ്റ പാത്രത്തിലമ്മ നാറു ചൂട് പാലും പകർന്നു കൊടുത്തതിനാൽ പാലൻ്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. താമരത്താരിതൾ പോലെ നേടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണീതൻ ഓമന വക്ത്രമിതത്ര രമ്യം. എമ്മട്ടെന്നോതുവാനേതും കഴിവില്ലാത്ത അമ്മ ധൂരാനനമൊന്നു കണ്ടാൾ. അമ്മയ്ക്കു മാത്രമല്ലാർക്കുമീ ചെന്നെടുത്ത് ഉമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ. കേവല ഭംഗ്യ കൊഴുത്തൂരുണ്ടുള്ളോരി പൂവൾമെയ് പൂൺമോർദാൻ പുണ്യവാന്മാർ ലാവണ്യദുക്തം കടഞ്ഞെടുത്തിടീന തൂവെണ്ണയോ ഇതു തമ്പൂരാനേ. കവിത കേട്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കവിതയിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരുപാട് പുതിയ പദങ്ങളുണ്ട്. ഈ പദങ്ങളെല്ലാം തന്നെ പട്ടികപ്പെടുത്തി അവയുടെ അർത്ഥം ഊഹിച്ചെഴുതാൻ അറിയുന്നവർ അങ്ങനെ, അല്ലാത്തവർക്ക് നിഘണ്ടു പരിശോധിച്ച് എഴുതാം. അതിലും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. അപ്പോൾ എല്ലാവരും ഒരു ചിത്രം എന്ന കവിതയിലെ പദങ്ങളുടെ അർത്ഥം എഴുതുമല്ലോ. എഴുതി ടീച്ചറിനെ അയച്ചു തരണം. ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളായി നൽകിയിരിക്കുന്നത് ചോദ്യോത്തരങ്ങളാണ്. വായിക്കാം, പറയാം. പാഠഭാഗം നന്നായി വായിച്ചതിന് ശേഷം തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം
എല്ലാവരും നോട്ട് ബുക്കിൽ എഴുതണം. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇതിലെ വരികളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കവിതയിലെ എല്ലാ വരികളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരികൾക്ക് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? പാഠഭാഗത്ത് നമുക്ക് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. അക്ഷരങ്ങൾ വരികൾ എന്ന് പറയുന്ന ഭാഗത്ത്, ചേലുറ്റ പാത്രത്തിൽ അമ്മ ചെറു ചൂട് പാല് പകർന്ന് കൊടുത്തതിനാൽ ബാലൻ്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചുറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. വരികളിൽ രണ്ടാമത്തെ അക്ഷരങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? അതെ, ആ അക്ഷരങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ആവർത്തിച്ചു വരുന്നു. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ നിങ്ങൾ കണ്ടെത്താമല്ലോ. കവിത പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഏതൊക്കെ വരികളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് ആവർത്തിച്ച് വരുന്നതെന്ന്. ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതിന് പ്രാസഭംഗി എന്നൊരു പേര് വ്യാകരണത്തിലുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് പ്രയോഗഭംഗി കണ്ടെത്താം എന്നുള്ളതാണ്. പ്രയോഗഭംഗി എന്ന് പറയുമ്പോൾ കവിതയിൽ തന്നിരിക്കുന്ന വാക്കുകൾ, ചില വാക്കുകൾ ഇവിടെ സാധാരണ നമ്മൾ പുഞ്ചിരി എന്ന് പറയുമ്പോൾ നല്ല കാണാൻ ഭംഗിയുള്ള പുഞ്ചിരി എന്ന് പറഞ്ഞു ഒതുക്കുമായിരിക്കും. പക്ഷേ ഇവിടെ കണ്ണൻ്റെ ചിരിയെ പാലഞ്ചും പുഞ്ചിരി എന്നാണ് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാലഞ്ചും പുഞ്ചിരി. പാലിൻ്റെ നിറം എന്താണ്? അതെ, വെളുപ്പ്. അതുപോലെ തന്നെ കണ്ണൻ്റെ പുഞ്ചിരി നല്ല വെളുപ്പാണ്. വെളുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വെണ്മ അല്ലെങ്കിൽ പ്രസാദം, ഒരു പ്രകാശം എന്നുള്ള തരത്തിലേക്കാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം കവിതയിൽ കണ്ണൻ്റെ പുഞ്ചിരിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? പാലഞ്ചും. പാലഞ്ചും വെച്ചാൽ പാലിനെ പോലും തോൽപ്പിക്കുന്നത്. പാല് തന്നെ നല്ല വെണ്മയുള്ളതാണ്, പക്ഷെ അതിനെപ്പോലും തോൽപ്പിക്കുന്ന തരത്തിൽ മനോഹരമായ പുഞ്ചിരിയാണ് കണ്ണനുള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ ആ വരികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പാലഞ്ചും പുഞ്ചിരി എന്നുള്ളത് പോലെ തന്നെ പിന്നെന്താണ്? പാൽ പുഞ്ചിരി. ഈ പദങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഏതോ ഒരു അക്ഷരം അടുത്തടുത്ത് വരുന്നുണ്ടല്ലേ? ഏതക്ഷരമാണ്? പാ എന്ന അക്ഷരത്തിൻ്റെ ആവർത്തനം കവിതയുടെ വരികളെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നു. അപ്പം പ്രയോഗഭംഗി എന്ന് പറയുന്നതാണ്. അപ്പോൾ പാലിനും പുഞ്ചിരിക്കും ഒരേപോലെയുള്ള വെണ്മ, ശ്രീകൃഷ്ണൻ്റെ ഓമനത്വം തുളുമ്പുന്ന മുഖത്ത് വിരിയുന്ന പുഞ്ചിരി എന്താണെന്നാണ് പറയുന്നത്? പാലിനേക്കാൾ മീതെ അല്ലെങ്കിൽ പാലിനേക്കാൾ നല്ലതാണെന്നാണ് കവി പറയുന്നത്. പിന്നെ രണ്ട് പദങ്ങളിലും പാ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുമ്പോഴുള്ള ശബ്ദഭംഗി, ഇതാണ് ആ രണ്ട് വരികളിലെ പ്രയോഗഭംഗി എന്നുള്ളിടത്ത് നമ്മൾ നോട്ട് ബുക്കിൽ കുറിക്കേണ്ടത്. ഇനി അടുത്തത് കണ്ണൻ്റെ, ഇത് പാഠഭാഗം മുഴുവനും ശ്രീകൃഷ്ണൻ്റെ വർണ്ണനയാണ്. ശ്രീകൃഷ്ണൻ്റെ ശരീരഭംഗി അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ കണ്ണുകൾ, പുഞ്ചിരി, അതായത് ശ്രീകൃഷ്ണൻ്റെ മൊത്തത്തിലുള്ള ഒരു വർണ്ണനയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി അടുത്ത രണ്ടാമതായി പറയുന്നത് എന്താണ്? കണ്ണുകളെക്കുറിച്ചാണ്. എങ്ങനെയുള്ള കണ്ണുകളാണെന്നാണ് പറയുന്നത്? താമരത്താരിതൽ പോലെ. താമരത്താരിതൽ എന്ന് പറയുമ്പോൾ താമരയുടെ ഇതളുകൾക്ക് എന്താണ് പ്രത്യേകത? നല്ല വട്ടത്തിനിരിക്കുന്നതാണ് അല്ലേ? അതുപോലെ കണ്ണൻ്റെ കണ്ണുകൾ വളരെയധികം വിടർന്ന കണ്ണുകളാണ്. അപ്പോൾ ഇവിടെ കണ്ണൻ്റെ കണ്ണുകളും താമരയുടെ ഇതളും ഒരുപോലെയാണെന്നാണ് കവി വിശേഷിപ്പിക്കുന്നത്. പിന്നെന്താണ്? പാലും വെണ്ണയും കണ്ണന് പ്രിയപ്പെട്ടതാണ്. ഇവയെ കണ്ണൻ്റെ സൗന്ദര്യവുമായി കവി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പാലിനും വെണ്ണയ്ക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? നല്ല ഒരു വെണ്മയുള്ളതാണ്. അതുപോലെ കണ്ണൻ്റെ സൗന്ദര്യവും വളരെയധികം മനോഹരമായതാണ്. ഇനി കണ്ണനുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളുടെ അമ്മമാരോടോ അച്ഛനോടോ അമ്മുമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാതെ നിങ്ങളെല്ലാം തന്നെ ലൈബ്രറികളിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിട്ടുണ്ടാവുമല്ലോ. അതിലൊക്കെ ഒരുപാട് ശ്രീകൃഷ്ണ കഥകളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങൾ, ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട്. അവയൊക്കെ നിങ്ങൾ വായിച്ചു കാണും. അതല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരോടത്തോ ചേച്ചിമാരോടത്തോ അമ്മയോടോ ഒക്കെ ചോദിച്ച് കണ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കഥകൾ നമുക്ക് കേട്ടറിവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥകളുടെ ഒരു ശേഖരണമാണ്
കഥ പറയാം എന്ന് പറയുന്ന ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതായത് കണ്ണനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതകരമായ കഥകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതായത് മണ്ണ് തിന്ന കണ്ണനെ അമ്മ അടിക്കാൻ പിടിച്ചപ്പോൾ വായ തുറന്നു നോക്കിയപ്പോൾ 7 ലോകം അതിലൂടെ കണ്ടു എന്നുള്ള കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നെ അതുപോലെ ഒരുപാട് കുസൃതികളും ഒക്കെ ഉള്ള ഒരാളായിരുന്നു ശ്രീകൃഷ്ണൻ. അപ്പോൾ കണ്ണൻ്റെ ബാലലീലകളെക്കുറിച്ചുള്ള കഥകൾ തൽക്കാലം ശേഖരിച്ച് വയ്ക്കുക. കഴിയുമെങ്കിൽ ചെറിയ ചെറിയ കഥകൾ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഓഡിയോ ക്ലിപ്പായിട്ട് അയക്കാം. ഇനി ഇത് എഴുതിയത് ആരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മഹാകവി വള്ളത്തോളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചില വരികൾ, പ്രസിദ്ധമായ ഒരുപാട് വരികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരേണ്യേ വന്ദിപ്പിൻ വരതേ. മാതൃവന്ദനം എന്ന് പറയുന്ന കവിതയിലുള്ള വരികളാണ്. ഇതുപോലെ വള്ളത്തോളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ വരികൾ ശേഖരിക്കുക എന്നൊരു പ്രവർത്തനം കൂടിയുണ്ട്. അത് നോട്ട് ബുക്കിൽ എഴുതി സൂക്ഷിക്കുക. എഴുതി എനിക്ക് അയച്ചു തരികയും വേണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു.